നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണറും മുഖ്യമന്ത്രിയും ഡൽഹി കേരള ഹൗസിലാണ് ഇപ്പോൾ ഒന്നിച്ചായിരിക്കുന്നത്. ഇന്നലെ രാത്രി അടുത്തടുത്ത മുറികളിൽ ഇരുവരും കഴിഞ്ഞു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കേരള ഹൗസ് വളപ്പിലെ പൈതൃക കെട്ടിടമായ കൊച്ചിൻ ഹൗസിലാണ് ഇരുവരുമായിരുന്നത്. പ്രത്യേക സ്യൂട്ടുണ്ട് ഇവിടെ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. യുപിയിലേക്കുള്ള യാത്രയ്ക്കിടെ ഗവർണർ ഇന്നലെ രാത്രിയാണ് ഡൽഹിയിലെത്തിയത്. മുഖ്യമന്ത്രി ഡൽഹി സമരത്തിനായി ചൊവ്വാഴ്ച രാത്രി ഡൽഹിയിലെത്തിയിരുന്നു. ഡൽഹിയിലെത്തുമ്പോൾ ഇരുവരും കൊച്ചിൻ ഹൗസിലെ സ്യൂട്ടിലാണ് താമസിക്കുന്നത്. എങ്കിലും ഒരേ സമയം ഇവിടെ കഴിയുന്നത് ആദ്യമായിട്ടാണെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. മുഖ്യമന്ത്രിയും ഗവർണറും ഒന്നിച്ചെത്തുന്നതിനാൽ കേരള ഹൗസ് വൻ സുരക്ഷാ വലയത്തിലായിരുന്നു. ഗവർണർക്ക് Z+ സുരക്ഷയുണ്ട്. അർദ്ധസൈനിക വിഭാഗങ്ങളുടെ കാവലുണ്ട്. മുഖ്യമന്ത്രിക്കായി കേരള പോലീസ് കമാൻഡോകളാണ് കാവലുള്ളത്. മന്ത്രിമാർക്കും LDF നേതാക്കൾക്കും മെയിൻ ബ്ലോക്കിലെ സ്യൂട്ട് മുറികളാണ് താമസ സൗകര്യം സജ്ജമാക്കിയിരിക്കുന്നത്. അഡീഷണൽ ബ്ലോക്കിലാണ് മുതിർന്ന MLA-മാർ ആയിരിക്കുന്നത്. ചില MLA-മാർക്ക് YMCA, വെസ്റ്റേൺ കോർട്ട് ഹോട്ടൽ തുടങ്ങിയ സ്ഥലങ്ങളും താമസം ഒരുക്കിയിരിക്കുകയാണ്. എന്തായാലും ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം മുഖ്യമന്ത്രിയും ഗവർണറും അടുത്തടുത്ത മുറികളിൽ താമസിച്ചു എന്നതാണ്. നമുക്കറിയാം, വളരെ വലിയ രീതിയിലുള്ള തർക്കങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളും ഒക്കെയാണ് ഇപ്പോൾ ഇരുവർക്കും ഇടയിലുള്ളത്. പരസ്പരം ഒരേ വേദിയിൽ എത്തിയാൽ പോലും ഇരുവരും മുഖത്ത് നോക്കുകയോ പരസ്പരം ഒന്ന് അഭിവാദ്യം ചെയ്യുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും ആയിരിക്കുന്നത്. ഇവർക്കിടയിലെ പോര് അതിരൂക്ഷമാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിവരം പുറത്തുവരുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദിറിൽ ഇന്ന് പ്രതിഷേധ ധർണ. മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരും LDF MLA-മാരും MP-മാരും പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കും. രാവിലെ 10:30 കേരള ഹൗസിൽ നിന്ന് മാർച്ചായാണ് മുഖ്യമന്ത്രി നേതാക്കളും ജന്തർ മന്ദിറിലേക്ക് വരിക. ഉച്ചയ്ക്ക് 1 മണിയോടെ പ്രതിഷേധം അവസാനിപ്പിക്കും. സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള മുതിർന്ന CPM നേതാക്കളും DMK, AAP പ്രതിനിധികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കും. ഇന്നലെ കർണാടകത്തിലെ നേതാക്കൾ സമരമിടുന്ന അതേ പന്തലിലാണ് കേരളത്തിന്റെ പ്രതിഷേധ പരിപാടി നടക്കുക. കേരളത്തിന്റെ അതിജീവനത്തിന് സമരം അനിവാര്യമാണെന്നും ആരെയും തോൽപ്പിക്കാനല്ല സമരം എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരത്തെക്കുറിച്ച് പറഞ്ഞത്. ചരിത്രത്തിൽ കീഴ്വഴക്കങ്ങളില്ലാത്ത പ്രക്ഷോഭ മാർഗം തിരഞ്ഞെടുക്കേണ്ടി വന്നു. ഒരാളെയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യം സമരത്തിനില്ല. അർഹതപ്പെട്ടത് നേടിയെടുക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യമാകെ കേരളത്തോടൊപ്പം അണിചേരുമെന്നാണ് പ്രതീക്ഷയുള്ളത്. സമരത്തിന് കക്ഷി രാഷ്ട്രീയ നിറം നൽകരുത്. സഹകരണ ഫെഡറലിസം എന്ന ആശയം ഈയടുത്ത് കേന്ദ്ര നടപടികളിലൂടെ നഷ്ടപ്പെട്ടു. BJP അധികാരത്തിലിരിക്കുന്ന 17 സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന് ലാളനയാണ്. NDA ഇതര സർക്കാരുകളോട് പീഡന നയമാണുള്ളത്. കേന്ദ്രത്തിൻ്റേത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. വായ്പാ പരിധിയിൽ വൻതോതിൽ വെട്ടിക്കുറവ് വരുത്തി. 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകർ പാർലമെന്റ്, രാഷ്ട്രപതി എന്നിവർ അംഗീകരിച്ചതാണ്. എന്നാൽ ഇത് അട്ടിമറിക്കപ്പെട്ടു. ഏതു വിധേനയും കേരളത്തെ ബുദ്ധിമുട്ടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ഇല്ലാത്ത അധികാരങ്ങൾ കേന്ദ്രം പ്രയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി.